Okay. Today's prayer. Heavenly Father, as we start this day, we ask for your wisdom to guide our steps, bring clarity to our mind, and help us make the right decisions. Bless our efforts with success and let your favor shine upon us. We trust in your plan and ask for your strength as we pursue my goals. In Jesus' name, Amen. Signing. Good morning, everyone. I am Afila, and it gives me great joy to warmly welcome you all to today's class. I wish that the today will be a day filled with freshness, happiness, and positive energy. To begin, let us start with a beautiful prayer by Lovely Chechi. I extended a warm welcome to our respected teacher Jisha ma'am, who will be handling today's class. I also welcome all my enthusiastic and energetic classmates. I hope you will all remain active and participate to throughout the session. To make this morning even more inspiring, our dear friend Shruti Chechi will now present the thought of the day. Please come, Shruti Chechi, thought of the day. Thank you, Akila. Good morning, everyone. I'm Shruti Suresh, and today's thought. Your positive action combined with positive thinking result in success. നിങ്ങളുടെ പോസിറ്റീവ് പ്രവൃത്തിയും പോസിറ്റീവ് ചിന്തയും കൂടി ചേർന്നാൽ വിജയം ലഭിക്കും. താങ്ക് യു.
Good morning. Good morning, ma'am. 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 Okay, നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞു? കഴിഞ്ഞു മാം. Yes, ma'am. ഓക്കെ, ശ്രുതി എന്താണ് ഉണ്ടെന്ന് കാരണം ഞാൻ ജോയിൻ ആകുമ്പോൾ തുടങ്ങിയുള്ള മെസ്സേജല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉണ്ടെന്ന് കണ്ടു. എന്തായിരുന്നു നമ്മുടെ ക്ലാസ്? എന്ന് ചോദിച്ചു ആരോ, അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതാ. ആണോ? ശരി ശരി. ഓക്കെ. വേറെ എന്ത്? ഞാൻ പകുതി കണ്ടുള്ളൂ മെസ്സേജ്, അതാണ്. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇന്ന് നമുക്ക് ആ പോർഷൻസ് തീരും. കാരണം നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻ ആണ് 21st അല്ലെ? എക്സാം എഴുതേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? പറഞ്ഞിരുന്നു മാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ മാം? ഒരു ഫോണിൽ തന്നെ നമുക്ക് ക്യാമറയും ഈ എക്സാം എഴുതാനുള്ളതും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ മാം. അത് പക്ഷെ ചില സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ 2 ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ആ ഫോൺ തന്നെ അല്ല യൂസ് ചെയ്യുന്നേ. അപ്പൊ ചിലപ്പം വീഡിയോ ഓഫ് ആയി പോകും. അത് സാരമല്ല, അതിനെ കുറിച്ച് ഒത്ത് ബോധർ ചെയ്യണ്ട. നമുക്കറിയാം അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഈ ബാച്ചിലാണോ എന്നറിയില്ല, ആരും എന്നോട് ചോദിച്ചു ടൈം എക്സാമിനേഷൻ എഴുതണം നിർബന്ധമാണോ, അത് മാർക്ക് ആഡ് ചെയ്യോ എന്നുള്ളതാണ് ചോദിച്ചു. മാർക്ക് ആഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി അല്ല, ടേർഷറിയെ ഞാൻ കണക്കാക്കുള്ളൂ. കാരണം നമുക്കിതൊരു പ്രാക്ടീസ് ആണ്. മെയിൻ എക്സാമിനേഷൻ വരുമ്പോഴേക്കും നമ്മൾ വളരെ കോൺഫിഡന്റ് ആവും. ക്വസ്റ്റ്യൻ വരുന്ന രീതി മനസ്സിലാകും, എങ്ങനെയാണ് അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് എല്ലാം നമുക്ക് മനസ്സിലാകും. അല്ലാതെ ഇങ്ങനെ ഒരു എക്സാം വരുമ്പോൾ അത് എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്റെ മോള് ഈ മെസ്സേജ് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടെത്തുമ്പോ മോള് കേട്ടിട്ടുള്ള ചോദിച്ചു, ആരാ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. എക്സാം എഴുതണോ, നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അവളിങ്ങനെ ചോദിക്കുമായിരുന്നു. നമ്മൾക്കതൊരു പ്രാക്ടീസ് ആണ് കേട്ടോ. അതായത് അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മോഡൽ എക്സാമിനേഷൻ ഒക്കെ എഴുതില്ലേ, 10th +1 +2 മോഡൽ എക്സാമിനേഷൻ ഒക്കെ എഴുതില്ലേ, അതുപോലെ. പക്ഷെ നമ്മളൊന്ന് ട്രെയിൻഡ് ആക്കുവാണ് മെയിൻ എക്സാമിനേഷൻ വരുമ്പോഴേക്കും. ഓക്കെ, സോ നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് പോവാം. ക്ലാസ് റീഡ് ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ക്ലാസ് എടുക്കാനായിട്ട്? അതിലെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് പറയാൻ? ഇല്ലേ, കുഴപ്പമില്ല, ചോദിച്ചൊന്നുമില്ല കേട്ടോ. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ലീഡ് ചെയ്യാം ക്ലാസ് കേട്ടോ. അത് ഒരു ഫെസിലിറ്റേറ്റർ അങ്ങനെയാണ്, ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്യും. പിന്നെ നമ്മൾ ഒരാൾ കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആഡ് ചെയ്യാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ചിലപ്പോൾ ചില സെഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ഷെയറിങ് മാത്രമായിട്ട് പോകും. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏത് ലെസൺ ആയിരുന്നു? എനിക്കൊരു ലെസന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. യൂണിറ്റ് 4. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പേജ് നമ്പർ 50. ഓക്കെ, കിട്ടി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഏരിയയിലെ ഡെവലപ്മെന്റ് കണക്ട് ചെയ്യുന്ന ഒരു ഫേസ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ആണെങ്കിലും സോഷ്യലൈസ് ചെയ്യുന്നതാണെങ്കിലും ഇമോഷൻസിന്റെ ബാലൻസിങ് ആണെങ്കിലും ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കുറെ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസും നമ്മൾ കണ്ടു. അവര് ചിലര് സോഷ്യൽ ഇത് റിലേറ്റഡ് ആയിട്ടും ചിലർ കോഗ്നിറ്റീവ് റിലേറ്റഡ് ആയിട്ടും ചിലരല്ലാതെയുള്ള ഒരു ഡെവലപ്മെന്റൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിനനുസരിച്ചുള്ള അവരുടെ അങ്ങനെയുള്ള ആ ഒരു ഒബ്സർവേഷൻസ് ആയിരുന്നു പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് IQ കുറവുള്ള കുട്ടികൾ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരെ സംബന്ധിച്ച് അവരുടെ കോഗ്നിറ്റീവ് ലെവല് ലോ ആണ്. ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ ആകാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ സ്പെഷ്യൽ കിഡ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വന്നത്. അപ്പോൾ അവർക്ക് എന്തെല്ലാം ഡിഫോമിറ്റീസ് ആണ്. അവരുടെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉണ്ടാവും, അവര് നടക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവും, അത് അവരുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് പ്രോബ്ലം ഉണ്ടാവും,
ബോഡി കൺട്രോളിൽ പ്രശ്നം ഉണ്ടാവും, ബോഡി കോർഡിനേഷനിൽ പ്രശ്നം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാകും. അവർക്ക് ചില കാര്യങ്ങൾ, അതായത് 5 സെൻസസിലെ എല്ലാ സെൻസും ചിലപ്പോൾ ഷാർപ്പ് ആകണം എന്നില്ല, ഏതെങ്കിലും സെൻസസ് വളരെ വീക്ക് ആയിരിക്കും. ഇപ്പോ മനസ്സിലായോ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ഏരിയയിലുമുള്ള ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണെന്നത് നമ്മൾ പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒബ്സർവേഷൻസ് നൽകിയ സൈക്കോ അനാലിസ്റ്റ് ആരായിരുന്നു? ഓർമ്മയുണ്ടോ ആ സ്റ്റേജസ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ജീൻ പിയാജറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അത് പിയാജറ്റിന്റെ തിയറി ആയിരുന്നു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വളരെയധികം എംഫസൈസ് ചെയ്തു നിന്നത്. അദ്ദേഹം 4 സ്റ്റേജസ് ആയിട്ട്. അപ്പോ ഈ ഒബ്സർവേഷൻസിനെ ഇപ്പോഴുള്ള ആളുകൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു പിയാജറ്റ് ഒരു ലോൺലി ചൈൽഡ്ഹുഡിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒബ്സർവേഷൻസ് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റേജസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാര്യം എല്ലാവരും 4 ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും നമുക്കറിയാം, ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് 4 ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും പറയും. അതുപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലും. അതുപോലെ തന്നെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ സാധാരണ ആളുകൾക്ക്. മറിയ മോണ്ടിസോറിയുടെ പ്രവർത്തനങ്ങളെയും ഇതുപോലെ തന്നെയായിരുന്നു. ബാൻ ചെയ്തിട്ടുണ്ട് മറിയ മോണ്ടിസോറിയുടെ സ്കൂളുകളും ആ മെത്തേഡും ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മറിയ മോണ്ടിസോറിയുടെ ഉദ്ദേശം ലോകം മുഴുവനും ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അപ്പൊ യുദ്ധം എന്നുള്ള അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും രീതി എന്തായിരുന്നു? യുദ്ധത്തിലൂടെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക, അങ്ങനെ വലിയ ആളായി മാറുക. അതിന് അവരെന്ത് ക്രൂരതയ്ക്കും അവര് പ്രശ്നമില്ലായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് വരുന്നുണ്ട് പാർട്ട് 3 അത് ചെറുതായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാനതൊന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തത്. അതുകൊണ്ട് ജീൻ പിയാജറ്റിന്റെയും ഒബ്സർവേഷൻസിനെ പലരും ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ല ഫണ്ടമെന്റൽ ലെസൺസ്, ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ഫണ്ടമെന്റൽ ലെസൺസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് 1 സെൻസറി മോട്ടർ സ്റ്റേജ് ആയിരുന്നു, അതായത് മൂവ്മെന്റും സെൻസസും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലാത്തൊരു കുട്ടിയില് മൂവ്മെന്റും ശരിയായിരിക്കില്ല, സെൻസസും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ. പിന്നെ പ്രീ ഓപ്പറേഷണൽ തിങ്കിങ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസ്, ആ ഒരു 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെ എന്ന് പറയുന്നത് അവർക്ക് ആ സമയത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് അതായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. പിന്നെ അവര് ഡ്രമാറ്റിക് പ്ലേയിലൊക്കെ ഇങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇമാജിനറി ഗെയിംസിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ അങ്ങനെ കളിക്കുന്നതൊക്കെ കാണും. അങ്ങനെ എന്താ പറയാ, നമ്മളും കളിച്ചിട്ടുണ്ടാവില്ലേ, കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക, ടീച്ചറും കുട്ടിയാകുക, ഡോക്ടറും പേഷ്യന്റ് ആകുക, ഡോക്ടറും നഴ്സ് ആകുക, അങ്ങനെയുള്ള ഡ്രമാറ്റിക് പ്ലേ ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഒരു ഏജിലുള്ള കുട്ടികളെ ആരെങ്കിലും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവരതിലൂടെ കടന്നു പോകുന്നത്. പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഈ ഒരു സമയത്ത് അവർക്ക് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്, അതിന് മുമ്പുള്ള സ്റ്റേജിലും അവർക്ക് അതേ മനസ്സിലാവുള്ളൂ. അപ്പൊ 7 to 11 years എന്ന് പറയുന്നത് ആ ഒരു സമയത്തായിരിക്കും. സിസ്റ്റമാറ്റിക്കലി അവർക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്, അതായത് അസംഷനിലൂടെയോ ഇമാജിനേഷനിലൂടെയോ അവർക്ക് ആ സമയത്ത് പറ്റില്ല. പിന്നെ വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, 3rd സ്റ്റേജ്. ഇപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഏതാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ. ഫസ്റ്റ് 1 അവരവരുടെ സെൻസസും മൂവ്മെന്റും യൂസ് ചെയ്തിട്ടുള്ളതാ. കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ചെറിയ കുട്ടികളെ അവർക്ക് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു എന്താ പറയാ, സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളത് അവരുടെ ഇതിലില്ല. ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ അവർ ഇച്ചിരി ഒന്ന് ശാന്തമായിട്ടിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവരുടെ എല്ലാ സെൻസസും, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നോക്കും, എന്തെങ്കിലും കളർഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കും, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് നിലത്തടിച്ചു നോക്കും, കടിച്ചു നോക്കും, മാന്തി നോക്കും, അങ്ങനെ. അപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജ് അവരുടെ ഇനീഷ്യൽ ആ ഒരു ജനിച്ച കുറെ നാളുകളിലാണ് വരുന്നത്. ഒരു 2 years വരെയൊക്കെ അങ്ങനെയായിട്ട്. പിന്നെ അത് കഴിയുമ്പോഴേക്കും അവർക്ക് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഒരു സമയത്ത് അവർക്ക് പല രീതിയിലുള്ള
ഗെയിംസ്, ഇമാജിനറി ഗെയിംസ്, ഡ്രമാറ്റിക് പ്ലേ, ഇതൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അവരവരുടെ ഭാഷാ വികസനം ആരംഭിക്കുന്നു. അതെ. അപ്പോ ആ സമയത്ത് ഇമാജിനറി പ്ലേയും അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്നു, അവർ മാത്സ് പഠിക്കുന്നു, അങ്ങനെ പലതും പഠിക്കുന്നു. പക്ഷെ എല്ലാം ടീച്ചർ എന്താ ഒബ്ജക്ട്സ് കാണിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലേ? LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയൊക്കെ ടീച്ചർ ഓരോ മോഡൽസ് കാണിച്ചായിരിക്കും പഠിക്കുക. അപ്പൊ അവർക്ക് അങ്ങനെ കാണുമ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ അസ്യൂം ചെയ്ത് ഇമാജിനറി ആയിട്ട് ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇപ്പൊ ഒരു കോൺക്രീറ്റ് നിന്നും അബ്സ്ട്രാക്റ്റിലേക്കുള്ള അവരുടെ ജേണി തുടങ്ങുകയും അപ്പൊ അവരോട് ഇങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ ആലോചിക്കാൻ തുടങ്ങും, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ളത്. മാത്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും മനസ്സിൽ ഓരോ കാൽക്കുലേഷൻസ് ചെയ്യാനൊക്കെ അവർ പഠിക്കും. അപ്പൊ പിയാജറ്റ് പറയുന്നത് ഈ കുട്ടിയുടെ ഈ ഓരോ പൊട്ടൻഷ്യലും അവരുടെ അക്കാദമിക്സിലേക്ക് നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ കുട്ടി അഡൾട്ട് ആവുമ്പോൾ നല്ല ഇന്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ കുറെ ഞാൻ തന്ന ലിങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറെ കാര്യങ്ങൾ കിട്ടും. അതിന്റെ ഒരു ബ്രീഫിംഗ് ആണ് കേട്ടോ പറഞ്ഞത്. നമ്മളൊരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അതാണ് വേണ്ടത്. ഇത് ഈ ഒരു പീരീഡിലെ ഡെവലപ്മെന്റ് ചേഞ്ചസിനെ കുറിച്ചൊരു 5 പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? Yes, ma'am. ഇവിടെ വരെ നമ്മൾ വായിച്ചു, മീൻസ് പറഞ്ഞു. എടുക്കാനുള്ളത് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് അല്ലേ? യെസ് മാം. താങ്ക് യു. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം ഫുൾ ലെസൺ, കാരണം തീർക്കണമല്ലോ, എക്സാം അല്ലേ. ഓക്കെ, ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. ആ ഇമ്പോർട്ടന്റ് ഏരിയ താഴെ ABCDEFG വരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കണക്ട് ചെയ്യുന്നത് ഒരു വലിയ ട്രീ ആണെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത് ഓരോരോ ഏരിയയിലേക്കുള്ള ഡെവലപ്മെന്റ് താഴെ കാണാം. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Areas of mental development. The following are the important areas of mental development. A. Conception formation. B. Development of problem solving skills. C. Development of sensation and perception. D. Development of memory. E. Development of thinking and reasoning. F. Development of imagination. G. Language development. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ ചെറിയൊരു കറക്ഷൻ ചെയ്യണം. കൺസെപ്റ്റ് ഫോർമേഷൻ എന്നാക്കണേ. കൺസെപ്ഷൻ അല്ല, കൺസെപ്റ്റ്. ION വേണ്ട. ഓക്കെ, കൺസെപ്റ്റ് ഫോർമേഷൻ. നമ്മളിപ്പോ ഒരു കാര്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അതിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഫോം ചെയ്യും, അല്ലെ? അപ്പോൾ മെന്റൽ ഡെവലപ്മെന്റ് നമ്മുടെ മനസ്സിലാണ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം. ഓരോരുത്തരും അത് ഓരോ രീതിയിലായിരിക്കും അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇതിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കുട്ടികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്റെ വീട്ടിലുള്ള ചില കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും കൺസെപ്റ്റ് ഫോർമേഷൻ അവരുടെ ബുദ്ധി, ആ ഒരു ഇന്റലക്ച്വലിനനുസരിച്ചാണ് അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് വരുന്നത്. ചിലർക്ക് ചിലപ്പോൾ പതുക്കെ ആയിരിക്കും അത് ഫോം ചെയ്യുന്നത്, ചിലർക്ക് അത് ഫാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ്, അല്ലെ? ചിലർക്ക് ഫോം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും, ചിലർക്ക് ഫോം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അങ്ങനെയാണ് ഇന്റലക്ച്വൽ ലെവൽ നമുക്ക് മനസ്സിലാകുന്നത്. 10th ഒക്കെ ആകുമ്പോഴേക്കും, പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്കൂളുകളിൽ, മീൻസ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും കുട്ടികളെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും, അല്ലെ? കാരണം അവരുടെ ഇച്ചിരി സ്ലോ ലേണർ ആക്കിയാണെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ അവര് ചില ടെസ്റ്റുകൾ ചെയ്യിക്കും. കുട്ടിയുടെ ആ ഒരു സ്ലോ ലേണർ ആണോ, എത്രമാത്രം പെർസെൻറ്റേജിലാണെന്നൊക്കെ നോക്കിയിട്ട് അതിലൊക്കെ ഇതൊക്കെ പോകും. ഓരോ കാര്യം പറയുമ്പോൾ അവരുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്, എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നത്, പിന്നെ ഒരു ഇമേജ് കാണിച്ചാൽ അവർക്ക് എന്താണ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഇവർക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിക്കണോ വേണ്ടിയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് ആ ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇപ്പം 10th എക്സാം ആകുമ്പോഴേക്കും നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഈ സൗകര്യമുള്ള ഈ ഡോക്ടറുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഞാൻ എന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രോജക്ട് ചെയ്യാനായിട്ട് ഞാനൊരു എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നത്. അപ്പോ പരീക്ഷ എടുക്കാറായി. മാർച്ചിലെ ആ ഒരു SLC എക്സാമിനേഷൻ, അതുപോലെ തന്നെ +2 എക്സാമിനേഷൻ ആയപ്പോ ഈ ഏജിലുള്ള കുട്ടികളും പാരന്റ്സും വന്ന് ഇങ്ങനെ വരിയായി നിൽക്കുവാണ്. അപ്പൊ എനിക്ക് ആദ്യം എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോ അവര് പറയാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുന്നതാണ്, സ്ലോ ലേണർ ആണ്, അപ്പൊ അതിന് അവർക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുന്നു. വൈകുന്നേരം വരെ കാണാം അതുപോലെ ആൾക്കാരെ. എനിക്ക് പരിചയമുള്ളവരെ ഞാൻ കണ്ടു അവിടെ വെച്ച്. അപ്പൊ ഇത് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് അനുസരിച്ചാണ് ഈ ഓരോ കാര്യങ്ങളും വരുന്നത്. അപ്പൊ കൺസെപ്റ്റ് ഫോർമേഷൻ, ഓക്കെ. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അഡോളസൻസ് ആവുമ്പോൾ കുട്ടികളെ നല്ല ആക്റ്റീവ് ആക്കാനായിട്ട് എപ്പോഴും നമുക്ക് അവരുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം അങ്ങ് കൊടുക്കുക. അത് മാത്സ് പ്രോബ്ലം തന്നെയാവണമെന്നില്ല, എന്ത് തന്നെയാവാം. ഇപ്പോ കുറെ ജിക്സോ പസിൽസ് ഒക്കെ ചെയ്യിക്കില്ലേ, നമ്മൾ റെക്കോർഡിൽ ചെയ്തില്ലേ, പിക്ചേഴ്സ് കട്ട് ചെയ്ത് പല പല പീസസ് ആക്കിയിട്ട് ചിലപ്പോ എന്താ പറയാ 2 പിക്ചറിന്റെ പീസസ് മിക്സ് ചെയ്ത് കൊടുക്കുവോ, അങ്ങനെ അവരെങ്ങനെ അത് സോൾവ് ചെയ്യുന്നു, അങ്ങനെ പല അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അത് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല എത്ര ടൈം എടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്, സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ അവർ എത്ര ടൈം എടുത്തു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും തെറാപ്പി സെഷൻസിലൊക്കെ ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നത്. നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം കുറേ ആക്ടിവിറ്റീസ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ എബിലിറ്റി, നമ്മളുടെ സെൻസസ് യൂസ് ചെയ്ത് പല കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെ. നമ്മുടെ കണ്ണ് പഠിച്ചിരിക്കുകയാണ്, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചിട്ട് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടച്ച് ചെയ്ത് നോക്കും അല്ലെ. വല്ല ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മളൊന്ന് സ്മെൽ ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള നമ്മളുടെ എബിലിറ്റിനെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ ചില സമയത്ത് കോമയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് പെയിൻ കൊടുത്തു നോക്കില്ലേ, അവര് സെൻസ് ചെയ്യുന്നുണ്ടോന്നറിയാം, റെസ്പോൺസ് ഉണ്ടോന്നറിയാം. കാരണം ഒരു അനക്കം ഇല്ലാണ്ട് കിടക്കുകയാണ്, ഒരു റെസ്പോൺസും ഇല്ല, മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ പെയിൻ കൊടുത്തു നോക്കും, റെസ്പോണ്ട് ചെയ്ത് നോക്കും. ഇതെല്ലാം നമ്മളുടെ ആ ഒരു സെൻസേഷൻ, ആ ഒരു എബിലിറ്റിയാണ്. സെൻസേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളുടെയും കൺട്രോൾ നമുക്ക് കിട്ടുന്നത്. ടോയ്ലറ്ററി ആക്ടിവിറ്റീസ് ആണെങ്കിൽ കുട്ടികൾക്കും ഇതുപോലൊരു 4 years ഒക്കെ ആകുമ്പോൾ അവർക്ക് ആ ഒരു സെൻസേഷൻ അവർക്കറിയാം. യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളത് തോന്നുമ്പോൾ അവർക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത്. അതുവരെയും 1 വയസ്സ് വരെയും അല്ലെങ്കിൽ 2 വയസ്സ് താഴേക്കായപ്പോ ബെഡ് വെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ പിന്നെ അവർക്ക് ആ ഒരു സെൻസേഷൻ അവരുടെ പ്രോപ്പർ ആവുകയാണ്. അപ്പൊ അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, നമ്മൾ ഓരോന്ന് കാണുന്നത്, നമ്മുടെ വ്യൂസ്, അത് ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അത് അതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളുടെ ബോഡിയുടെ കൺട്രോളും സെൻസേഷനിൽ വരും കേട്ടോ. മൂവ്മെന്റ് ആൻഡ് പൊസിഷൻ ഓഫ് അവർ ബോഡി. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണ് പ്രോസസ് ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണ് അതിനെ പ്രോസസ് ചെയ്യുന്നത്. അത് നമ്മുടെ ബോഡിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് പെർസെപ്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സെൻസേഷൻ നമ്മളുടെ എബിലിറ്റി ടു ഡിറ്റക്ട് സെൻസസ്, എല്ലാ സെൻസസും, ടച്ച്, പെയിൻ, വിഷൻ, അതുപോലെ തന്നെ ബോഡിയുടെ കോർഡിനേഷൻ, കൺട്രോൾ, മൂവ്മെന്റ്, ഇതെല്ലാം സെൻസേഷനിൽ വരുന്നു. പെർസെപ്ഷൻ ബ്രെയിനിന്റെ പ്രോസസ് ആണ്. ബ്രെയിൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ കേട്ട് കഴിയുമ്പോൾ അത് പ്രോസസ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ സെൻസസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കുട്ടികളെ ഒരു കാര്യം ചെയ്യിക്കുമ്പോൾ, റഫ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ 2 ബോട്ടിൽസിൽ ഒരെണ്ണത്തിൽ കോൾഡ് വാട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്നു, മറ്റേ ലൂക്ക് വാം വാട്ടർ. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ കുട്ടിക്ക് ബ്രെയിൻ പ്രോസസ് ചെയ്യുക, ദിസ് ഇസ് ഹോട്ട്, ദിസ് ഈസ് കോൾഡ് എന്ന് ബ്രെയിൻ പ്രോസസ് ചെയ്യുകയാണ്. നമ്മൾ അതിന്റെ ആ ഒരു ടച്ച് സെൻസിലേക്ക് ആ ഒരു ഇൻഫർമേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് പെർസെപ്ഷൻ. നമ്മളുടെ ആ ഒരു നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും മനസ്സിലാക്കുന്നതുമാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ മെമ്മറിയുടെ ഡെവലപ്മെന്റ്, കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. ആ മെമ്മറിയുടെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഒരു അക്കാദമിക്സിൽ നമുക്ക് തിളങ്ങാൻ പറ്റുള്ളൂ അല്ലെ. എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ പോയി എഴുതുമ്പോൾ നമുക്കത് വരണം അല്ലെ. പിന്നെ തിങ്കിങ് ആൻഡ് റീസണിങ്.
അനാലിസിസ് ചെയ്യാനുള്ളത്, തിങ്ക് ചെയ്യാൻ, നമ്മുടെ തോട്ട് പ്രോസസ് ശരിയാവണം, റീസണിങ്, ഇതെല്ലാം നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. പിന്നെ ഇമാജിനേഷൻ, ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഇമാജിൻ ചെയ്ത് മനസ്സിലേക്ക് ആ പിക്ചർ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്, ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. കുട്ടികൾക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്നു. എന്താ കൺസെപ്റ്റ് ഇതാണ്, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു റോഡ്, കുട്ടി ഇമാജിൻ ചെയ്യുവാണ്, മനസ്സിൽ അതിന്റെ പിക്ചർ കൊണ്ടുവരുവാണല്ലോ. അവർ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഇമാജിൻ ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ ഓരോന്ന് ഇമാജിൻ ചെയ്ത് അവൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് ഇമാജിൻ ചെയ്തിട്ട് അത് പിന്നെ പേപ്പറിലേക്ക് വരുത്തും അല്ലെ. ഇമാജിനേഷൻ ശരിക്കും നല്ല വേണ്ടുന്ന ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം പലപ്പോഴും ചില എക്സാമിന് പോകുമ്പോൾ ചില ഏരിയ നമുക്ക് മനസ്സിലാകാത്തുണ്ടാവും. നമ്മളത് കുറെ കൂടെ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. ഐഡിയ വെച്ചിട്ട് നമ്മൾ അതിനെ ഇമാജിൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ആ പേപ്പറിലേക്ക് ആക്കും. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഇമാജിനേഷൻ അവന്റെ അക്കാദമിക്സിലും പേഴ്സണൽ ലൈഫിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഒരു കാര്യം കാണുമ്പോൾ ഇതാണ് അതെന്ന് പറയാനായിട്ട് പറ്റുന്നു, കേൾക്കുമ്പോൾ ഇത് അതാണെന്ന് പറയാനായിട്ട് പറ്റുന്നു, ആ ഒരു സ്റ്റേറ്റ്മെന്റ്, കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ, ആവശ്യപ്പെടാൻ ഒക്കെ ലാംഗ്വേജ് വേണം. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പ്രസന്റ് ചെയ്യാൻ, എല്ലാത്തിനും ലാംഗ്വേജ് വേണം. സോ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് അടുത്ത ഒരു 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവിയോൺമെന്റ് ദാറ്റ് ഫോർ. നമുക്കറിയാം കുഞ്ഞ് വളർന്ന് കടന്നു പോകുന്ന എൻവിയോൺമെന്റിന്റെ 3 ഏരിയകൾ നമ്മൾ പറഞ്ഞു. ഹോം, സ്കൂൾ, ദെൻ സൊസൈറ്റി. സോ വീട്ടിൽ എങ്ങനെയാണ്, എന്ത് വേണം, വീട്ടില് നല്ല നർച്ചറിങ് ആയിട്ടുള്ള, നറിഷിങ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം. അല്ലെ കുട്ടിയെ എപ്പോഴും എനർജറ്റിക് ആക്കാൻ, സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ട്രിഗർ ചെയ്യാൻ പറ്റുന്ന എന്തും വീട്ടിലുണ്ടായിരിക്കണം. ആ 4 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Providing a nurturing and stimulating environment at home by giving them the opportunity to explore and experiment, by talking to them and boost them to talk, by allowing them to ask questions and arousing their curiosity, by indulging in dialogues and communicate with them. കുട്ടിയെ പൂട്ടി അടച്ചു വെച്ച് ആരും മിണ്ടാനൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കുറെയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും മൊബൈലിലായിരിക്കും. കുഞ്ഞിനോട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പലപ്പോഴും ആരും ഉണ്ടാവാറില്ല. അങ്ങനെയല്ല, നമ്മള് കുട്ടികൾക്ക് അവർക്ക് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അവരോട് സംസാരിക്കണം, അവരെ സംസാരിക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്യണം, അവരോട് അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അവരെ എപ്പോഴും പെർമിറ്റ് ചെയ്യണം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പേടിയായിരുന്നു ടീച്ചേഴ്സിനോടൊക്കെ ഡൗട്ട് ചോദിക്കാൻ. ഞങ്ങൾക്കൊക്കെ ചില ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ടൊരു ഡൗട്ട് ചോദിച്ചാൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവർ ഇങ്ങോട്ട് കുറെ ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് പേടിയാ അവരോട് സംശയം ചോദിക്കാൻ. ശരിക്കും ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു റൈറ്റ്സ് കുട്ടികൾക്കാണ്, ടീച്ചേഴ്സിനല്ല. കുട്ടികളാണ് ചോദ്യം ചോദിക്കേണ്ടത്. ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റണം. അപ്പൊ അതും വീട്ടിലത് തന്നെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കേട്ടോ. അതില് ഒരു പ്രായമായൊരു അച്ഛൻ ഒരു മകനും കൂടെ ഗാർഡനിൽ ഇരിക്കുക. അച്ഛനങ്ങ് വയ്യാണ്ടായിട്ടുണ്ട്. മകന്റെ ഒപ്പം ഗാർഡനിൽ നടക്കാൻ വന്നതായിരിക്കാം. മകൻ പേപ്പർ വായിക്കുകയോ എന്തോ ചെയ്യുക. ഒരു കുരുവി വന്നു. അപ്പൊ കാഴ്ചയൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് അച്ഛന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഈ അച്ഛൻ ഇങ്ങനെ ചോദിക്കുക അതെന്താണെന്ന് ചോദിച്ചു. അപ്പോ മകൻ പറഞ്ഞത് ഒരു കുരുവിയാണ്. അയാള് ശ്രദ്ധിക്കാതെ പേപ്പറിൽ തന്നെ നോക്കിയിരുന്ന് പറയാ. അപ്പൊ ആ കുരുവി ഇങ്ങനെ അങ്ങോട്ട് കണ്ടിരുന്നു അല്ലെ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും അച്ഛൻ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തു. മകൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അങ്ങനെ അച്ഛൻ ഇത് 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകൻ ഇറിറ്റേറ്റഡ് ആയി. അച്ഛൻ പെട്ടെന്ന് റൂമിൽ പോയിട്ട് ഒരു പേപ്പർ ഒരു ബുക്കോ ഡയറിയോ അങ്ങനെ എന്തോ എടുത്തിട്ട് വന്നിട്ട് അത് ഇന്നത്തെ എഴുതിയ കാര്യം, അതായത് ഡേറ്റ് ഇട്ട്, ആ മകൻ 3 വയസ്സുള്ളപ്പോ 3 വയസ്സിനത്ര ആ സമയപ്പോ ഡേറ്റ് ഇട്ട് അച്ഛൻ എഴുതിയ ഒരു ഇൻസിഡന്റ്. അതില് മകൻ ഇതുപോലെ അച്ഛനും മകനും കൂടെ പോയിക്കുമ്പോ കുരുവി വരുന്നു. മകൻ അത് എന്താണെന്ന് ചോദിക്കുന്നു. അച്ഛൻ കുരുവിയാന്ന് പറയുന്നു. അങ്ങനെ ആ മകൻ 21 തവണയും എന്തോ അത്രയും ടൈംസ് ചോദിക്കുമ്പോഴും അച്ഛൻ 21 തവണയും മകനോട് കുരുവിയാന്ന് പറഞ്ഞു. അപ്പം ഓരോ പ്രാവശ്യം പറയുമ്പോൾ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ആണെന്ന് അച്ഛന് മനസ്സിലായി. അതിനകത്ത് തീം ഇതായിരുന്നു, നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ പാരന്റ്സ് അങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്.
പാരന്റ്സ് ചെറുതാവുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ പോലെ ആകും. മീൻസ് പ്രായമാകുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ പോലെ ആകുമ്പോൾ അവരെയും നമ്മളെ അന്ന് നോക്കിയതുപോലെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. പക്ഷെ ആ ഒരു ഏജില് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അല്ലെ. അപ്പൊ ആ ചോദ്യത്തെ വളരെയധികം ട്രിഗർ ചെയ്യുന്ന ഒരു പാരന്റ് ആയിരുന്നു അദ്ദേഹം. ഓരോ പ്രാവശ്യം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ കുട്ടി വളരുന്നത് എൻജോയ് ചെയ്തു ആ മനുഷ്യൻ. ഓക്കെ, അപ്പൊ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ആ ഒരു അവസരങ്ങൾ കൊടുക്കണം. പിന്നെ അവര് സംസാരിക്കാൻ നമ്മൾ അനുവദിക്കണം. നമ്മളുടെ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവരുടെ ശരിക്കും സംസാരിക്കുന്നതൊക്കെ നല്ല രസമായിരിക്കും. ആ ഒരു ഡയലോഗ്സും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ സംസാരിക്കുമ്പോൾ നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കണം. അവരെ ഇന്ററപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണ് അടുത്തത്. അത് മുഴുവൻ വായിച്ചു. Role of parents and teachers: to provide a warm and nurturing environment, to listen to them and have a dialogue instead of instructing do's and don'ts, to be sensitive to their feelings, to set expectations according to age and individual ability, to avoid showing favoritism amongst, avoid comparing their children, to help them attaining social and emotional maturity, to be delicate in behavior towards them. Okay, so role of parents and teachers. As a parent, we know, ആസ് എ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും, മീൻസ് കുറെ പേരായിരിക്കും, കുറെ പേരാകാൻ പോകുന്നതിന്റെ രീതിയിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. ഒരു വാം നർച്ചറിങ് എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. കാര്യം ചില പാരന്റ്സ് ഇങ്ങനെ പറയാറില്ലേ, ഞാൻ അവന് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എല്ലാം ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തു, ട്യൂഷൻ ഏർപ്പാടാക്കി, ഓരോ സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ആക്കി, എന്നിട്ടും അവൻ എന്താ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയും. പക്ഷെ ആക്ച്വലി അവന് കിട്ടേണ്ട വാഗ്ദാനിലാവും ഒരു പക്ഷേ അവിടെ മിസ്സായി പോയിട്ടുണ്ടാവും. അങ്ങനെ പാരന്റ്സ് പലപ്പോഴും കംപ്ലൈന്റ് പറയുന്ന പോലെ സങ്കടം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം അവന് വേണ്ടിയല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ ഈ ജോലിക്ക് പോകുന്നത് ഇത്രയും സമയം എടുത്ത് ജോലി, പക്ഷെ കുട്ടിക്ക് സമയം കൊടുക്കാൻ ഒരുപക്ഷെ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ് അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവരെ കേൾക്കുക, സംസാരിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാം, പിന്നെ അവരോട് എന്താ പറയുക, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയുള്ള രീതിയിൽ സ്ട്രിക്റ്റ്, അതായത് ആ ഒരു സ്ട്രിക്ട്നെസ് നമുക്ക്. പക്ഷെ ഈവിൾ എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാം. ബാഡ് ആണെങ്കിൽ അത് ബാഡാണ്, അത് അവരെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ആ ഒരു സ്പേസ് നമ്മളും അവരും തമ്മിൽ ഉണ്ടാകണം. അല്ലാതെ അത് അരുത് എന്ന് പറയുന്ന ആ ഒരു രീതിക്കാണ് പ്രശ്നം വരുന്നത്. പലപ്പോഴും നമ്മള് ഒന്നുമില്ലെങ്കിൽ പണിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിട്ടോ ഒക്കെ ചിലപ്പോ ഈ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ അതേസമയം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ആ ഒരു സ്പേസ് കൊടുത്ത് അങ്ങനെ നമ്മൾ സംസാരിച്ച് ആ ഒരു രീതിയിൽ ബാഡ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, നോ പ്രോബ്ലം. പിന്നെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക ആ ഒരു എംപത്തറ്റിക് വേയിൽ തന്നെ. അവരുടെ ഏജ്, അവർ കാണിക്കുന്ന അവരുടെ എബിലിറ്റി അതിനനുസരിച്ച് മാത്രം. സാധാരണ പാരന്റ് പുള്ളിങ് ഭയങ്കരമാണ്. കുട്ടിയെ ഞാൻ അതാക്കും, കുട്ടിയെ ഞാൻ ഇതാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുട്ടിയുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ അത് സെറ്റ് ചെയ്യുക. ഇപ്പൊ കുട്ടി ആർട്ട് ഇതിലാണ് നല്ല ഷൈൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഡു ദിസ് എന്ന് പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി വല്ലാതെ വിഷമിക്കും. എബിലിറ്റി എന്താണോ ആ ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഗോൾ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യും. പിന്നെ കുട്ടികളിൽ അതായത് നമ്മളൊരു ബയാസ്ഡ് അല്ലെ, ഒരാളോട് പ്രത്യേകത വേറൊരാളോട് കുറവ്, ആ ഒരു രീതിയിൽ ആ ഒരു ഫേവറിറ്റിസം അങ്ങനെ അത് കാണിക്കുന്നത് ഒഴിവാക്കുക. പാർഷ്യാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മൾ ഇത് തന്നിട്ടില്ലേ നിങ്ങൾക്ക് സർവേ, അതിൽ നമ്മൾ കുറെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നല്ലോ പറഞ്ഞിരുന്നേ അല്ലെ. പിന്നെ അവരൊരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പോകുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു സോഷ്യൽ ഇമോഷണൽ മെച്യൂരിറ്റി. പിന്നെ പലപ്പോഴും ആളുകളുടെ മുന്നിൽ ഇമോഷൻസ് ചിലർ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആവും. അപ്പൊ ആ ഇമോഷണൽ മെച്യൂരിറ്റി, സോഷ്യൽ മെച്യൂരിറ്റി, ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട്
കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവരോട് നമ്മള് ഇങ്ങനെ കടിച്ചു കീറി നിൽക്കുന്ന പോലെയല്ല നിൽക്കേണ്ടത്. നമ്മളുടെ ആ ഒരു ബിഹേവിയർ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ ഒരു സോഫ്റ്റ്നെസ്. നെക്സ്റ്റ്, മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദി ചൈൽഡ്. കുട്ടിയുടെ ഓരോ മൈൽ സ്റ്റോൺസ്, നമ്മൾ നാഴികക്കല്ലുകൾ എന്ന് പറയില്ലേ, കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്റ്റെപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 23 സ്റ്റെപ്പ് ഉണ്ട്. 6 സ്റ്റെപ്പ് എന്നുള്ള 6 എണ്ണം രീതിയിൽ ഓരോരുത്തരായിട്ട് വായിക്കാമോ? ഫസ്റ്റ് 6 ഒരാള്, അടുത്ത 6 അങ്ങനെ. Milestones of development and stimulating the child. All children follow the same series and pattern, but rate of development may be different. This successive pattern in different aspects of development constitutes milestones of development. Milestones attributing different stages of development. First one, I am 6 months old. I can't sit. I love to look at interesting mobile phones on cradle. I try to grasp things in my hands. I love to hold and shake rattle. I express myself. I love to imitate repetitive sounds like baba, by, crying, papa, dada, and cool. I smile seeing my mother. I love to play peekaboo, hide and seek. കുറെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു കുട്ടിയുടെ മൈൽ സ്റ്റോൺ പറയാണ്. 6 month ഓൾഡ് ആവുമ്പോൾ എനിക്ക് ഇരിക്കാനായിട്ട് പറ്റും, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഇപ്പോഴത്തെ കാലഘട്ടം ആയതുകൊണ്ടാണ് മൊബൈൽ ഫോൺസിലേക്ക് നോക്കാൻ പറ്റുക എന്നുള്ളത് പറയുന്നത്. ചിലപ്പോൾ തൊട്ടിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ കേട്ടോ, 6-നേക്കാൾ കുറവാണെങ്കിൽ കുറവ് സമയത്ത് തന്നെ ഈ തൊട്ടിലൊരു സാധനം ഇങ്ങനെ തൂക്കിയിടില്ലേ, കറങ്ങുന്നതും ഒച്ചയെടുക്കുന്നതും ഒക്കെ എപ്പോഴും അത് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും കുട്ടി അല്ലെ. പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യിൽ പിടിക്കും, ഭയങ്കര മുറുക്ക പിടിക്കും. ചിലപ്പോ നമ്മളുടെ വിരലാണെങ്കിലും മുറുക്ക പിടിക്കും. പിന്നെ നമ്മൾ കിലുക്കാൻ പറ്റിയില്ലേ റാറ്റിൽ, ആ കുട്ടികളുടെ ടോയില്ലേ ഫസ്റ്റ് വാങ്ങണത് അതായിരിക്കും അല്ലെ. അതിന് പല ഉദ്ദേശമുണ്ട്. കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ ശബ്ദം, അതുകൊണ്ട് ചെവിക്ക് ഹിയറിംഗ് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നും കൂടെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. കുട്ടികൾ അത് പിടിക്കും, കുറച്ച് സമയമൊക്കെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോഴേക്കും അത് താഴെ വീഴും. കാരണം നമുക്കറിയാം അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആയിട്ടില്ല. പിന്നെ അവരെ തന്നെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. പിന്നെ സൗണ്ട്സ് പലപ്പോഴും റിപ്പറ്റേറ്റീവ് സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആരെങ്കിലും എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി കാണിച്ചു കൊടുത്താലും അതുപോലെ അവർ കാണിക്കാനായിട്ട് നോക്കും. പിന്നെ ഇങ്ങനെ പാപ്പ, ഡാഡ, അങ്ങനെ അച്ഛനെയും അമ്മേനെയും ഓരോ രീതിയിൽ വിളിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു കൂയിങ് സൗണ്ട് പോലെയൊക്കെ ഉണ്ടാക്കും, ഒരു സോഫ്റ്റ് ലവിങ് സൗണ്ട് പോലെ. നമുക്ക് ഭയങ്കര നമുക്ക് കേൾക്കാൻ രസം തോന്നുന്ന രീതിയിൽ. പിന്നെ അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കെയർ ഗീവർ രീതിയിൽ. പിന്നെ നമ്മളൊന്നും ചെയ്യാറില്ലേ കുട്ടികൾക്ക്, ഒളിച്ചും കണ്ടും അത് അങ്ങനെ ഒരു കളി കളിക്കുമല്ലോ, ഹൈഡ് ആൻഡ് സീക്ക്, പീക്കപ്പ്. ഇത് യൂറോപ്യൻ ഇതായതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നത് നമ്മൾ ചെയ്യിക്കാറുള്ളതാണ് കുട്ടികൾക്ക്. പിന്നെ ചാച്ച പറയിക്കാൻ അതുകൊണ്ടല്ലോ. Okay, next 6. I am 1 year old now. I can run. I love to jump, hop and run. 7th one, Ashwati. 7th one പറഞ്ഞില്ലേ? ശരി. 12 വരെ കേട്ടോ. 12 വരെ. I began to search for the objects as they move out of sight. I love to play the game hide and seek. I am 1 year old now. I can run. I love to jump, hop and run in an ample space. I can climb stairs with support. I love to play ball games. I can talk to Mamagon. I love to play with the toys which I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. അത്ര മതി മിസ്. യെസ്, ഓക്കെ. പിന്നെ നമുക്കറിയാം ഒരു പ്രായം എന്ന് പറയുമ്പോഴേക്കും അവര് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോകാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനും ഒക്കെ നോക്കും. അവർ കാണുന്നത് ആണ് ആ ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ വലിച്ചെടുക്കാനായിട്ട് നോക്കും. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ആ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ 1 year ഓൾഡായി റൺ ചെയ്യാനായിട്ട് പറ്റും, ഓടാൻ പറ്റും, ഔട്ട് ജമ്പ്, ചാടാൻ, തവളയൊക്കെ ചാടും, നമ്മൾ ചാടും. കുറച്ച് സ്പേസ് കിട്ടി അവിടെ ഓടി നടക്കും.
പിന്നെ സ്റ്റേഴ്സ് വിത്ത് സപ്പോർട്ട് സ്റ്റേഴ്സ് കയറാനായിട്ട് നോക്കും. പിന്നെ ബോളൊക്കെ വെച്ചിട്ടുള്ള ഗെയിംസ് കളിക്കാൻ ഇഷ്ടാവും. ഐ ക്യാൻ ടോക്ക് ടു മാമഗൺ. മാമഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ കേട്ടോ, സ്ട്രിക്റ്റ് മദർ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് മാമഗൺ എന്ന് പറയുന്നത്. പക്ഷെ അമ്മയോട് സംസാരിക്കും, കെയർ ഗീവറോട് സംസാരിക്കും. പിന്നെ ടോയ്സുമായിട്ട് കളിക്കും, അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യും. ഫസ്റ്റ് ഇപ്പൊ ഒരു ടോയ് വാങ്ങിച്ചിരുന്ന കാറാന്ന് വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോളെന്ന് വെച്ചു. അപ്പൊ ആദ്യം അതിന് എന്താണോ കളിക്കുന്നത് ചെയ്തിട്ട് പിന്നെ അവരത് യൂസ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടേതായ ഇമാജിനേഷനിൽ കളിയൊക്കെ തുടങ്ങും. പിന്നെ പാല് കുടിക്കാൻ വെച്ചും ഫുഡ് ചോദിക്കും. പിന്നെ എന്താ ചെറിയ ചെറിയ ജോലികളിൽ മദറിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം അമ്മ തുണി മടക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഞാനും ചെയ്യാന്ന് പറഞ്ഞുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങൾ അവർ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, നെക്സ്റ്റ് 18 വരെ. യെസ് പ്ലീസ്. I can follow simple instruction of my age. I love to be with the other children. I can express my toilet needs. I am 3 years old. I can jump, hop and run. I love to dance at the beat of music. I am 4 years old. I can ride a bicycle. I love to ride a tricycle. ഓക്കെ, ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് മനസ്സിലാകും, അതൊക്കെ അവർ ഫോളോ ചെയ്യും. അത് ഇപ്പൊ കെയർ ഗീവർ വളരെ ഇഷ്ടമുള്ള ഒരാളാ പറയുന്നെങ്കിൽ അവരെ വളരെ ഒബീഡിയന്റ് ആയിട്ട് അവരെ അനുസരിക്കും. പിന്നെ മറ്റു കുട്ടികളെ കാണുമ്പോൾ അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി അങ്ങനെ സിബ്ലിങ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ടോയ്ലറ്റ് നീഡ്സ് വരുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യും, ഐ നീഡ് ടു പീ, ഇങ്ങനെ ടോയ്ലറ്റിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അത് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ അല്ലെങ്കിൽ അവരുടേതായ ലാംഗ്വേജ് പറയാനായിട്ട് തുടങ്ങും. 3 years വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റും. പിന്നെ മ്യൂസിക് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടേതായ ഒരു വിധത്തിൽ അവർ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. 4 years old മീൻസ് അവർക്ക് ബൈസൈക്കിൾ, പിന്നെ 3 ടയർ വെച്ചിട്ടുള്ള ആ രീതിയിലുള്ള ട്രൈസൈക്കിളും ഓടിക്കാനായിട്ട് തുടങ്ങും. യെസ്, ഇനി ലാസ്റ്റ് 23rd വരെ ആരെ വായിക്കും? Yes. I can dress and undress, and I love to dress and undress myself. I can identify objects. I love to play with different materials like animals, fruits, vegetables, and explore the texture, size, and shape. I can speak in sentences and express my feelings and needs. I love to scribe and color using crayons. I can take care of my toilet. I love to play with the children of my age. I love to listen to stories of animals. I love to recite rhymes. Thank you. അവർക്ക് തന്നെ ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനുമായിട്ട് അറിയാൻ പറ്റും. നമ്മള് ഡ്രസ്സിങ് ഫ്രെയിംസ് ഉണ്ടാക്കി ഈ ഒരു ഏജിൽ വരുന്ന 4 years ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ, അല്ലെങ്കിൽ 3 years നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും അല്ലെ ഡ്രസ്സിങ് ഫ്രെയിംസ്. അവർക്ക് തന്നെ അവരുടെ ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും അത് അവർക്ക് ഇഷ്ടമാണ്. ഞാൻ ചെയ്തോളാം എന്ന് അവർ പറയും അല്ലെ. ഇൻഡിപെൻഡന്റ് ആവുകയാണ് ആ ഒരു ടൈമിൽ, കുറച്ചുകൂടെ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു. പിന്നെ ഒബ്ജക്ട്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പല മെറ്റീരിയൽസ് വെച്ചിട്ട് കളിക്കാൻ സാധാരണ ഈ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ, ഇതിനു മുമ്പ് തന്നെ നമ്മൾ അനിമൽ ഷേപ്സ്, ഫ്രൂട്ട്സിന്റെ, വെജിറ്റബിൾസിന്റെ അങ്ങനെയൊക്കെ കൊടുക്കും അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ റിയൽ അവരെ കൊണ്ട് കട്ട് ചെയ്യിച്ച് നോക്കാം. അതിന്റെ ടെക്സ്ചർ, സൈസ്, ഷേപ്പ് ഒക്കെ അവർ നോക്കും. പിന്നെ സെന്റൻസസ് ഒക്കെ പറയാൻ തുടങ്ങും. അവരുടെ ഫീലിങ്സും നീഡ്സും എല്ലാം നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ വരയ്ക്കാൻ തുടങ്ങും, ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യാൻ തുടങ്ങും. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അവർ നല്ല രീതിയിൽ പഠിക്കും. പിന്നെ അവരുടെ ഏജിലുള്ള പിയർ ഗ്രൂപ്പുമായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടും. സ്റ്റോറി നറേഷൻ, നമ്മൾ കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അനിമൽസ് അതിനെയൊക്കെ കുറിച്ചുള്ള സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ റൈംസ് ചൊല്ലാനും അവർക്ക് ഇഷ്ടമായിരിക്കും. എന്നാണ് നമ്മൾ ഈ ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിറയെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ സ്റ്റോറീസ് ആൻഡ് റൈംസ്. ഓക്കെ, അപ്പൊ ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സെൻസസും മൂവ്മെന്റും കണക്റ്റഡ് ആണ്, ലാംഗ്വേജ് കണക്റ്റഡ് ആണ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാം ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് ലോ ആയ കുട്ടികളിലാണ് ചെറിയ ചെറിയ ഡീഫോമിറ്റീസ്, ലേണിംഗ് ഡിസബിലിറ്റി വരുന്നത്. പക്ഷെ ചില കുട്ടികളിൽ നമുക്ക് അത് ആക്ടിവിറ്റീസിലൂടെ മാറ്റാനായിട്ട് പറ്റും, അത് പരിഹരിക്കാൻ പറ്റും.
അപ്പൊ അത് ചെറു പ്രായത്തിൽ തന്നെ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ആ പ്രായത്തിലാണ്. ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മള് പ്രായമായിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആ പ്രോഗ്രസ് നടക്കുന്ന സമയം അതങ്ങ് ഏറി കഴിയും. ആ പ്രായമാകുമ്പോഴേക്കും ആ ഡെവലപ്മെന്റ് പ്രോസസ്സ് കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു അസസ്മെന്റ് ടൂളിന് ഒരു ബുക്ക് റെഡിയാക്കണ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരുന്നു. അതിൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഈ വായിച്ച മൈൽ സ്റ്റോൺസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ മൈൽ സ്റ്റോൺസ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കുട്ടിയെ എടുത്തിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ അങ്ങനെ എത്ര കുട്ടികളുടെ വേണമെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് എഴുതി വെക്കാം. അപ്പൊ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡിസബിലിറ്റിയോ എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ചെറുത് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും ആക്ടിവിറ്റീസിലൂടെ. അപ്പൊ ഇതായിരുന്നു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആണ്. സോ ഞാൻ ഇതിൽ ഏതൊക്കെ ലെസൺസ് ആയിരുന്നു എടുത്തിരുന്നത് ജസ്റ്റ് അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പാർട്ട് 1 പിന്നെ വേറെ ഏതായിരുന്നു? ഫസ്റ്റ് യൂണിറ്റിലെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. Modern concept of health, physical fitness and wellness. ഓക്കെ, പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് Mental ഹൈജീൻ. health and hygiene. പിന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. സോഷ്യോ ഇമോഷണൽ ഞാനാണ് എടുത്തത്. ഇത് അപർണ മാമ എടുത്തത് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് മാം അല്ല. അപ്പൊ ശ്രുതി ഞാൻ എടുത്തതൊന്ന് പറയാമോ? എനിക്കൊന്ന് ക്ലിയർ ആയി. മാം പാർട്ട് 2-ലാണോ ഇല്ല മൊത്തമായിട്ടാണോ? 1 ഏതായിരുന്നു ഇപ്പൊ പറഞ്ഞത്? ഓക്കെ മാം, മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്, പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, പിന്നെ പാർട്ട് 2-ല് മാം എടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് പറയാൻ വേണ്ടിട്ടായിരുന്നു. നേരത്തെ എനിക്ക് പറഞ്ഞു തന്ന ആർക്കും ശ്രുതിക്കും എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ആരാ പറഞ്ഞ പേര് കണ്ടില്ല. ഓക്കെ, അപ്പം നമ്മള് ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലെ? കാരണം ആ ഒരു ഹെൽത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. HRPF, CF, കോസ്മെറ്റിക് ഫിറ്റ്നസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ എന്താണെന്നൊക്കെ അറിയാലോ. പിന്നെ ഹെൽത്ത് റിലേറ്റഡ്, ഫിസിക്കൽ റിലേറ്റഡ്, പിന്നെ കോസ്മെറ്റിക്. പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമുക്കറിയാം ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ മാർഗമാണ്, റൂട്ട് വഴി. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ളത്. പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീനിലും അത് തന്നെ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു അല്ലെ? പിന്നെ ഇപ്പൊ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി. സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്. അതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. ഓർമ്മയുണ്ടോ അത് പറഞ്ഞത്? നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി തിയറിയെ മാത്രം ബേസ് ചെയ്യുന്നതാണ്. ഇത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ തിയറിയെ ബേസ് ചെയ്യുന്നതല്ല. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഗ്രോയിങ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, നോർമേറ്റീവ് സയൻസ് അല്ല. അത് ക്ലിയർ ആയല്ലോ? പിന്നെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ നമ്മൾ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അത് നമുക്കറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സംശയമുണ്ടോ? മോക്ക് ടെസ്റ്റ് കിട്ടേണ്ടത് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു ഇന്ന് തന്നെ കൊടുക്കാൻ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തരണം. പിന്നെ ഏതാ അതിന് മുമ്പുള്ളതൊക്കെ തന്നോ? ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ് മാം, ഇത് മാത്രമേ ഉള്ളൂ. സൈക്കോളജി കിട്ടിയോ? കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ 50 ക്വസ്റ്റ്യൻ, 40 ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് 1 and 2, 10 ക്വസ്റ്റ്യൻ ഫ്രം ഇംഗ്ലീഷ്. അതൊക്കെ അറിയാലോ? ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. സോ 100 മാർക്കിലായിരിക്കും, ഔട്ട് ഓഫ് 100 ആയിരിക്കും നിങ്ങളുടെ. നമുക്കൊരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെ തീരും. പക്ഷെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ അറിയാതെ വേറെ ടച്ച് ആയി പോരുത്. കാരണം ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റാറുണ്ട് ഈ ഒരു പ്രശ്നം.
ഇങ്ങനെ മാറിപ്പോവും. ടച്ച് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേ. അപ്പൊ ഞാൻ ചെയ്യുന്ന ലാപ്ടോപ്പിൽ ഇതിട്ടിട്ട് ആണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. ഈ ഫോണിലാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നം എനിക്ക് പറ്റിയില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സമയമുണ്ടല്ലോ, 1 hour ഉണ്ടല്ലോ. പിന്നെ ഫോൺ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഹാങ് ആവുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മള് ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടച്ച് ആവില്ല, സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ക്രോൾ ആവില്ല. ടെൻഷനും ഒക്കെ കൂടെ ആകുമ്പോഴേക്കും ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ പിയാജറ്റിന്റെ ആ ഒരു സ്റ്റേജസ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് അതില് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ TFA നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? TFA ഓർമ്മയുണ്ടോ? പിന്നെ വെൽനെസ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ? നമുക്ക് ലൈഫിൽ കുറെ പ്രഷേഴ്സ് വരുന്നു, അതിനെ നമ്മൾ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വെൽനെസ് ആയിരിക്കും? ഇമോഷണൽ വെൽനെസ്. ഇമോഷണൽ വെൽനെസ്. ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഇമോഷണൽ വെൽനെസ് ആണ്. ഓക്കെ. നമ്മൾ PFA കൊടുക്കുവാണെന്ന് വിചാരിച്ചോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ, നമ്മൾ എങ്ങനെയുള്ള ആളായിരിക്കണം? നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ നോർമലി അതാവാൻ തന്നെ നമ്മൾ നോക്കണം. PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെ വിഷമിച്ച് ഒരാളുണ്ട്, അപ്പൊ അയാൾക്ക് നമ്മൾ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം? ഗുഡ് ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. പിന്നെ എന്തൊക്കെ നമുക്ക് വേണം? ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല ഇടയ്ക്ക്. നമ്മൾ നല്ല ക്ഷമയോടെ ഇരിക്കണം, ശാന്തമായിട്ടിരിക്കണം അല്ലെ? പേഷ്യന്റ് ആൻഡ് കാം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. നിങ്ങളത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, നമുക്ക് അവരോട് പറയാൻ പറ്റില്ല അല്ലെ? അവരെ ക്രിട്ടിസൈസ് ചെയ്യരുത്, വിമർശിക്കുകയും ചെയ്യരുത്. പിന്നെ അവർക്ക് നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്യരുത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഞാനിതൊക്കെ ശരിയാക്കി തരാമെന്നോ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളും കൊടുക്കരുത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഈവൻ നിങ്ങൾ അതിലൂടെ വായിച്ചു നോക്കിയിട്ടില്ല, അയ്യോ ഞാൻ ഈ പോർഷൻ നോക്കിയിട്ടില്ലല്ലോ, ടെൻഷൻ വേണ്ട. ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യനും വായിച്ച് ഓപ്ഷൻസും വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നല്ലപോലെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അല്ലാതെ കാണാതെ പഠിക്കും അങ്ങനത്തെ യാതൊരു കാര്യം വേണ്ട. നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ഫ്രം മൈ സൈഡ് ഞാൻ പറയുന്നു, ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും കേട്ടോ. 13 ദിവസത്തേ ഉള്ളൂ നിങ്ങൾക്ക് ടൈം എക്സാമിനേഷന് ഫ്രം മൈ സൈഡ്. പിന്നെ നമ്മൾ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഇനാക്റ്റീവ് സ്റ്റേജ് പറഞ്ഞു, ഐക്കോണിക് സ്റ്റേജ് പറഞ്ഞു, സിംബോളിക് സ്റ്റേജ് പറഞ്ഞു അല്ലെ? ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ആക്ടിവിറ്റിയിലൂടെ ടച്ച് ചെയ്ത് അവരുടെ സെൻസസ് അല്ലെ, ബൈറ്റ് ചെയ്ത്, കടിച്ചു നോക്കി, പിടിച്ചു നോക്കി, അങ്ങനെയൊക്കെ. അതാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഐക്കോണിക് സ്റ്റേജോ? കണ്ട് മനസ്സിലാക്കുന്നത്. കുട്ടി കാണുന്ന കാര്യങ്ങൾ ഒരു മെന്റൽ ഇമേജ് ആയിട്ട് വെച്ചിട്ട് അതിനെ ഓർത്തെടുത്ത് ആ ഒരു പിക്ചറൊക്കെ ഉണ്ടാക്കി, അതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. സിംബോളിക് സ്റ്റേജോ? ഒരു സിംപൽസിലൂടെ. സിംബോളിക് അതായത് ഒരു ആനയെ പറ്റി നമ്മൾ പറയുമ്പോഴേക്ക്, ആനയല്ല, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സിമ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടി അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ സിംബോളിക് സ്റ്റേജിൽ ഇമാജിനറി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് സിംബോളിക് സ്റ്റേജ്. സിംപിൾസും അതർ. പിന്നെ അതുപോലെ തന്നെ ശബ്ദം കേട്ടിട്ട്, വിഷ്വൽ ഇമേജസ് കണ്ടിട്ട്, പിന്നെ മൂവ്മെന്റ്, ഇതെല്ലാം ഇവിടെ സിംബോളിക് ആക്ടിവിറ്റീസ്. ലാംഗ്വേജ്, പിന്നെ മാത്സിൽ ഇപ്പൊ നമുക്ക് ആഡ് ചെയ്യണം. 2+ എന്നുള്ളത് നമ്മൾ സിമ്പിൾ കൊടുത്ത് 5 എന്ന് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ കാണുമ്പോൾ കുട്ടിക്ക് അറിയാം ഇത് അഡീഷൻ ആണ്. സബ്ട്രാക്ഷന്റെ സിമ്പിൾ കൊടുക്കുമ്പോൾ ഇത് സബ്ട്രാക്ട്. എന്നാൽ സിമ്പിൾസ് കാണുമ്പോൾ കുട്ടിക്ക് കൺസെപ്റ്റ് കിട്ടുന്നത്
സിമ്പിൾസും ചില വേർഡ്സും ഒക്കെ വെച്ചിട്ട് കൺസെപ്റ്റ് കിട്ടുന്നതാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പിയാജറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. എത്ര സ്റ്റേജ് ഉണ്ടായിരുന്നു? 4 സ്റ്റേജസ്. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അതിന് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഇപ്പം അനാലിസിസും പ്രോബ്ലം സോൾവിങ്ങും ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇൻട്രോസ്പെക്ഷൻ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? സെൽഫ് എക്സാമിനേഷൻ. അതിന്റെ മീനിങ് തന്നെ അതാണ് അല്ലെ? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ സെൽഫ് എക്സാമിനേഷൻ. പിന്നെ നമ്മൾ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു. അത് ആ കുട്ടിയുടെ പാസ്റ്റും ആ കുട്ടിയുമായി കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നമ്മളൊരു കേസ് സ്റ്റഡി പോലെ എഴുതി ഉണ്ടാക്കി അതിൽ വരുന്ന കാര്യങ്ങൾ നോക്കി എന്നിട്ടാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കുറെ ടൈം എടുക്കും, പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ സർവേ മെത്തേഡ് ചെയ്യും. സർവേ മെത്തേഡ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? നമ്മൾ ചെയ്ത സർവേ പോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യിക്കാനായിട്ട് പറ്റും അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്റർവ്യൂ പോലെ നടത്താൻ പറ്റും. ഒബ്സർവേഷനിലൂടെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? പിന്നെ നമ്മൾ പല ടൈപ്പ് ഒബ്സർവേഷൻസ് പറഞ്ഞു. പിന്നെ സയന്റിഫിക് മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിന്റെയൊക്കെ ചില നമുക്കൊരു ഡ്രോബാക്ക് പോലെ നമ്മൾ പറഞ്ഞാൽ ചിലതിന് ഭയങ്കര എക്സ്പെൻസ് ആകും. സർവേ മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസ് ആവില്ല. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ എക്സ്പെൻസ് വരുന്നില്ല. പക്ഷെ സയന്റിഫിക് മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, കാരണം ചില സമയത്ത് നമുക്ക് പുറത്തുനിന്ന് റിസോഴ്സ് ആളുകളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞത്, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻ. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മെയിൻ കീ ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ട്? എത്ര കീ ഫാക്ടേഴ്സ് ഉണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് പറയുന്നത്? 5 കീ ഫാക്ടേഴ്സ്. ഏതൊക്കെയായിരുന്നു പറഞ്ഞോ? The learner, the teacher, the learning process, the learning experience, the learning environment. യെസ്, 5 കീ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ? 5 കീ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ വേറെ പിന്നെ ആ മെത്തേഡ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഇനി കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമ്മളതൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ പറഞ്ഞു. ത്രൂ ഔട്ട് ലൈഫ്, നമ്മളുടെ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വോമ്പിലായിരിക്കുന്നത് തുടങ്ങി മരണം വരെയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് സ്പാൻ, അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ വരുന്നത്. പിന്നെ നമ്മൾ കുട്ടികളുടെ സൈക്കോളജി, ഇതെല്ലാം ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരുടെ ഇടയിൽ ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റും. അവരെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുവാണോ, സ്ട്രഗിൾ ചെയ്യുവാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എക്സാമിനാണെങ്കിലും. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ, മോക്ക് ടെസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സോ എനിവേ ഡു വെൽ, നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ, അതിന്റെ ആൻസർ കീ ഒക്കെ നിങ്ങൾക്ക് പിന്നീട് റിസൾട്ട് ഒക്കെ കഴിയുമ്പോൾ തരുമായിരിക്കും എന്ന് തോന്നുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഒരു മോഡലാക്കി വെച്ചിട്ട് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട്? ഇത് ഞാനിപ്പോ തന്നെ കൊടുത്തേക്കാട്ടോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു ചാപ്റ്ററിലതല്ല മാം, എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഒന്നും മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ? ഇല്ല. പിന്നെ സൈക്കോളജി 3 ഉണ്ട്. 3 ചാപ്റ്ററിന്റെ കിട്ടാനുണ്ടോ? അതെ. എഡ്യൂക്കേഷൻ സൈക്കോളജി, പിന്നെ ഇന്നിപ്പോ എടുത്ത കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ സൈക്കോളജി ആണോ? അതെ അതെ. 3 ക്വസ്റ്റ്യൻസ് റെഡിയാണ്. അത് കൊടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ കേട്ടോ.
അന്നത് വിട്ടുപോയതായിരിക്കും. താങ്ക് യു. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതും. 21st എക്സാം. ടൈമിങ് അത് തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നൈറ്റ് ടൈമില് മെയിൻ എക്സാം നടക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ ടൈം മാറ്റാത്തത്. ആരോ ഒരാൾ എന്നോട് ഓഫീസിലാണെന്നോ എന്തോ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ആരായിരുന്നു പറഞ്ഞു? അത് ടൈം എക്സാം അല്ലേ. എന്തായാലും മെയിൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഈവനിങ് ടൈമിലായിരിക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ. ഈവനിങ് ടൈം തന്നെയായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഒരേ ടൈമില് 2 എക്സാംസ് വന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ? അപ്പൊ നമുക്ക് പാർട്ട് 3യിലേക്ക് കിടക്കാം. പാർട്ട് 3 ഇപ്പൊ എക്സാം എല്ലാം കഴിയുമ്പോൾ പാർട്ട് 3യിലെ ടോപ്പിക്സ് നിങ്ങൾ തന്നെ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക് ഞാൻ എടുക്കാം, ഇത്രയും വരെ ഞാൻ എടുക്കാം എന്നൊക്കെ പറയുവാണെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കാരണം പാർട്ട് 3 അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അത് കറക്റ്റ് ആയിട്ട് കയറുള്ളൂ. അപ്പൊ നിങ്ങൾ കോൺഫ്ലിക്ട്സ് ഒന്നും വേണ്ട, തീരുമാനിക്കുക. അപ്പൊ ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും ഇത് ഞാൻ എടുക്കാം, ലൈക്ക് അങ്ങനെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വലിയ ടോപ്പിക് ആണെങ്കിൽ 2 പേര് ചേർന്ന് എടുക്കൂ, എങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ആ രീതിയിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ ക്ലാസ്, ആ ഫ്രൈഡേ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് വേണ്ടി ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? Good morning, everyone. As we come to the end of today's wonderful class, I would like to take this moment to thank all participants and my dear teacher for making it a great success. Your cooperation and enthusiasm made this class truly special. With that, we officially sign out from today's class. Thank you all. Have a great day ahead. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.